ഹായ് ഡിയേഴ്സ്, വേഫർ ഷീറ്റ് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കേക്ക് ഡെക്കറേഷൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. വേഫർ വർക്ക് ചെയ്യുമ്പോൾ വേഫർ വീണ് പോവാതെയും മടങ്ങി പോവാതെയും എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ടിപ്പും ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതിനായി നമുക്ക് കുറച്ച് വേഫർ ഷീറ്റ് എടുക്കാം. ഒരു ടോൾ കേക്ക് ചെയ്യുവാനായിട്ട് 4 മുതൽ 5 വരെ വേഫർ ഷീറ്റ് നമുക്ക് ആവശ്യമാണ്. 1 ടയറിനൊരു കേക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ട് ചെറുതായിട്ടൊന്ന് അപ്പോൾ തന്നെ നമുക്ക് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. കൂടുതൽ സ്റ്റിഫും കുറച്ച് ഹാർഡാവാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് നേരം ചൂടാക്കരുത്. അധികം ചൂടായിട്ടുണ്ടെങ്കിൽ വേഫർ ഷീറ്റ് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. കേക്കിൽ നിന്നും പെട്ടെന്ന് ഊർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിന് വേണ്ടി നമ്മൾ മെൽറ്റഡ് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേഫർ ഷീറ്റ് എടുത്തിട്ട് ചോക്ലേറ്റ്സിലേക്ക് നമ്മൾ കേക്കിലേക്ക് വയ്ക്കുന്ന ഭാഗം ചെറുതായിട്ടൊന്ന് മെൽറ്റഡ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. കൂടുതൽ നേരം സ്റ്റിഫായിട്ടിരിക്കാനായിട്ട് അത് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ വയ്ക്കുന്ന ഭാഗം കുറച്ച് ഭാഗം നനഞ്ഞാൽ പോലും നമ്മൾ ചൂടാക്കിയിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ വേഫർ മടങ്ങിപ്പോവാതെ ഇരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. ഇത് ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ കേക്ക് ഒരു 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇനിയുള്ള എല്ലാ വേഫർ ഷീറ്റും കേക്കിന് നമുക്ക് പയ്യെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അധികം അടുത്തു പോവാതെ കുറച്ച് ഗ്യാപ്പിൽ നമുക്കതെല്ലാം എല്ലാ വേഫർ ഷീറ്റും ഒട്ടിച്ചു കൊടുക്കാം. അതിൽ ജിപ്സം ഫ്ലവേഴ്സ് വയ്ക്കാനുണ്ട്. അപ്പോൾ അതിനെ കുറച്ച് ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പിലേക്ക് നമ്മളിനി ജിപ്സം ഫ്ലവേഴ്സ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ വർക്ക് ചെയ്യുമ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഡെലിവറി ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഈ വർക്ക് നമ്മൾ ചെയ്യുന്നത്. ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ കറക്റ്റ് ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത് നമുക്ക് ഈ വർക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കുള്ളൂ. കുറച്ച് ടൈം എടുക്കുന്ന വർക്കാണ്, എന്നാൽ സിമ്പിളുമാണ്, കാണാൻ ഭംഗിയുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. വേഫർ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടൊരു കേക്ക് ഡെക്കറേഷൻ. ഇനിയൊരു വേഫർ ഡിസൈനുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.